ഹേ ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ നമുക്കിന്ന് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമ റെസിപ്പി നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റും ബീൻസും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ജസ്റ്റ് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തതും ഒരു സവാള കുറച്ച് കറിവേപ്പില പിന്നെ കോളിഫ്ലവർ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതും സ്ക്വയറായിട്ട് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതും ഒരു തക്കാളി കട്ട് ചെയ്തതുമാണ് കേട്ടോ. പിന്നെ ഇത് തേങ്ങയും പെരുംജീരകവും കൂടിയിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് തേങ്ങയുടെ കൂടെ ഇടാതെ താളിക്കുമ്പോൾ വേണമെങ്കിൽ പെരുംജീരകം ഇട്ട് കൊടുക്കാം. പക്ഷേ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുക. ഒക്കെ നമുക്കിനി റെസിപ്പിയിലേക്ക് പോകാം. പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഒരു 2-3 സ്പൂണ് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ദെൻ അതിലേക്ക് ഞാൻ പട്ടയും ഗ്രാമ്പും ഈ മറ്റേ മസാല പൂ ഉണ്ടല്ലോ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു പൊട്ടിത്തെറി ഉണ്ടായി, കുറച്ച് അകലം പാലിച്ച് നിൽക്കുക. ദെൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത സവാള ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. നല്ല പോലെ മൊരിഞ്ഞ് വരിക അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ തന്നെ നമുക്ക് അടുത്തടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് ദോശ, ചപ്പാത്തി, അപ്പം എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. പൂരിക്ക് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണം മാറുന്ന വരയ്ക്ക് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് അത് പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് തക്കാളി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരുപാട് സമയം അത് വഴറ്റി വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ വെജിറ്റബിൾസ് ഒന്നും വേവിച്ചിട്ടില്ലല്ലോ. അപ്പോൾ തക്കാളി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കിടന്ന് വന്നോളും. ജസ്റ്റ് ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതി കേട്ടോ. ദെൻ നമുക്കിനി നമ്മളുടെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. കോളിഫ്ലവറും പൊട്ടറ്റോയും പിന്നെ ക്യാരറ്റും ബീൻസും ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസും കൂടി ആഡ് ചെയ്യാം. ഞാനത് വെള്ളത്തിലിടാൻ മറന്നു പോയതാണ്. അതുകൂടി ഒരു പിടി ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കിയിട്ട് നമുക്ക് ഈ ഒരു എണ്ണയിലൊക്കെ കിടന്ന് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ട് പിന്നെ നല്ല പോലെ ഒന്ന് വെജിറ്റബിൾസ് ഒന്ന് ചുങ്ങി വരണം. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ വേവിച്ചിട്ടും ഈ വെജിറ്റബിൾസ് ചേർക്കാം കേട്ടോ. പക്ഷെ ഇതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം, കുറച്ചുകൂടി ഒരു എളുപ്പപ്പണി പോലെ തോന്നുക. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം. നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് വേണമെങ്കിലും ആഡ് ചെയ്യാം. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചുങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 സ്പൂണോളം ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാൻ 2 പച്ചമുളകും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഒരു 1/4 സ്പൂണ് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയുമാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ലാസ്റ്റും ചേർക്കണം. ഇതിപ്പോൾ നമുക്ക് വെജിറ്റബിൾസിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങയൊക്കെ ആഡ് ചെയ്യുമല്ലോ, അതിനുശേഷം നമുക്ക് നോക്കിയിട്ട് ആഡ് ചെയ്യാം. ആദ്യം തന്നെ ഒരുപാട് കൊണ്ട് ഇട്ടിട്ട് ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറഞ്ഞാലും നമുക്ക് വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ കൂടിപ്പോയാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ വെജിറ്റബിൾസിൻ്റെയും പിന്നെ ആ മസാലൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ മിക്സ് ചെയ്യാം. നമ്മൾ അധികം ഒരുപാട് മസാലയൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ, ഗരം മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ ആകുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഈ പച്ചക്കറിയൊക്കെ ഒന്ന് മുങ്ങത്തക്ക രീതിയിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇത് വേവിക്കാം. ഇടയിലൊക്കെ ഒന്ന് തുറന്ന് നോക്കുക വെന്തിട്ടുണ്ടോ എന്ന്. ഇപ്പോൾ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റി എല്ലാം കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും നമ്മുടെ ക്യാരറ്റും ബീൻസൊക്കെ നന്നായിട്ട് നല്ല രീതിക്ക് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി നമുക്കിത് ഇളക്കാം. കുറച്ച് ഇളക്കൽ കൂടുതലാണ്, നന്നായിട്ട് ഇളക്കുക. ദെൻ നമുക്കിതിലേക്ക് നെക്സ്റ്റ് നമ്മുടെ തേങ്ങ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ പേസ്റ്റാക്കി അരയ്ക്കുക. ജസ്റ്റ് അരച്ചെടുത്തു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാറിക്കിടക്കും. അപ്പോൾ നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് തേങ്ങാപ്പാൽ പോലെ കിടക്കും കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ച പോലെ ഉണ്ടാവും. പിന്നെ പെരുംജീരകവും കൂടി ഇട്ടപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ട്. ഇതിൻ്റെ കൂടെയും ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ കൂടെ വേണമെങ്കിലും അരയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതിൽ നമ്മൾ ആദ്യം മസാല പൊട്ടിച്ചല്ലോ അതിൻ്റെ കൂടെ വേണമെങ്കിലും പെരുംജീരകം ചേർക്കാം. പക്ഷെ കടുക് ചേർക്കരുത്. ദെൻ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ഈ തേങ്ങ എല്ലാം ഒന്ന് മിക്സ് ആവുന്നവരെ ഇളക്കി കൊടുക്കുക. പിന്നെ വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആറിക്കഴിയുമ്പോൾ കുറച്ചുകൂടി കട്ടിയാവുമല്ലോ. അപ്പോൾ കുറച്ചൊന്ന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് കട്ടിയാവേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നല്ല തിളയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ആദ്യം വളരെ കുറവേ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സ്റ്റേജിൽ നോക്കിയിട്ട് എന്തൊക്കെയാണോ വേണ്ടത് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി, അപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് കറിയൊക്കെ ഒന്ന് കുറുകി നല്ല പോലെ കുഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കുറുമ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്, എല്ലാത്തിനും കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഫ്രണ്ട്സ്. അപ്പോൾ ബൈ, സീ യു.